ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു അടിപൊളി പിസ്സ ആണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ബേസിലൊക്കെ കിച്ചിട്ടുള്ള നല്ലൊരു പിസ്സ നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ എടുക്കുന്നത് നമ്മളുടെ ഈസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ഈ ആക്റ്റീവ് ഈസ്റ്റിൽ നിന്നും 1 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടി 1 ടീസ്പൂൺ ഈസ്റ്റ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഷുഗർ, 250 ml കപ്പിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ഫിലിമോ അതല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഈവനിങ് തന്നെ നമുക്ക് ഈ ഡോ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിസ്സ രാത്രി തയ്യാറാക്കാം. ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഈ ഡോക്ക് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റിൻ്റെ ആ വാട്ടർ ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും വെള്ളത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡോ കുഴച്ച് കിട്ടാൻ കറക്റ്റ് പാകത്തിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനും പകരമായിട്ട് നമുക്ക് ഇളം ചൂടുള്ള പാലുണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കണക്കായിട്ടുള്ള രീതിയിലായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിത് എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ കൊയ്ക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അതൊരു 1 മണിക്കൂർ കൃത്യം മൂടി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പിസ്സ സോസാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. നല്ല കിടിലൻ പിസ്സ സോസാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും പിസ്സ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ പിസ്സ സോസ് തയ്യാറാക്കി നോക്കേണ്ടി. ഈ ഒരു പിസ്സ സോസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി പുറത്തുനിന്ന് വാങ്ങുന്ന സോസിനേക്കാളും. അതിന് വേണ്ടിയിട്ട് ഒരു അര ഓണിയനും ഒരു നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. ആ വലിയ തക്കാളീൻ്റെ 1.5 തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ശേഷം 5 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 കപ്പമുളക് ഉണ്ടല്ലോ നല്ല ചുവന്ന മുളക് അതും ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 2 വിസിലിന് അടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചിക്കന് ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിലിന് ശേഷം നമ്മുടെ ഈ തക്കാളി ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചരയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ അടിച്ചാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലത് പുറത്തേക്ക് പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടല്ലോ ഇതാണ് ഗ്രീൻ ചില്ലി സോസ്. ഇത് എന്തായാലും നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഗ്രീൻ ചില്ലി സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്കതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഇതുപോലെ നല്ലോണം ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല സോസ് പരുവത്തിൽ കിട്ടിയാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതാ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഡോതായി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പരന്ന സ്റ്റീലിൻ്റെ ഒരു ട്രേയിലാണ് കേട്ടോ ഞാനിത് ഓവനിൽ വെക്കുന്നത്. കുറച്ചൊന്ന് മൈദ വിതറി കൊടുത്ത് ഒന്ന് തട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഡോ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കുമല്ലോ ഇതിൻ്റെ ഡോ ഉണ്ടാവൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഇതൊരു ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കുറേശ്ശായിട്ട് വേണമെങ്കിൽ ഒന്ന് മൈദ ഒന്ന് ഇത്തിരി വിതറി കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ.
നല്ല റൗണ്ട് ഷേപ്പിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മളുടെ ഈ ഒരു ഡോ പപ്പടം പോലെ ഉണ്ടല്ലോ പൊള്ളി വരും. പിന്നെ നമുക്കതിൻ്റെ മുകളിലുള്ള ഒന്നും വെക്കാനില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടി ഇതുപോലെ മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം കണ്ടില്ല നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് നല്ല ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിൽ നല്ലോണം വെന്തിട്ട് നല്ല രീതിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ അങ്ങനെ വെക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതൊരു 10 മിനിറ്റ് ഒരു 180-ൽ നമ്മളുടെ ബേക്ക് ചെയ്യുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റും കൂടി 180-ൽ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡോ മാത്രമാണ് കേട്ടോ 10 മിനിറ്റ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഡോ ഒരു ഹാഫ് ഭാഗത്തിൻ്റെ മേലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മറ്റേതെന്താ വെച്ചാൽ നമ്മളുടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടലി ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു 20 മിനിറ്റൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ മുകളിലുള്ളതൊക്കെ വല്ലാണ്ട് ഡ്രൈ ആയിപ്പോവും. നമ്മൾ മുകളിൽ വെക്കുന്ന ഈ ഉള്ളിയും തക്കാളിയും ചിക്കനൊക്കെ ഓൾറെഡി ചിക്കനൊക്കെ എന്ന് പറയുന്നത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ എന്താ ഉള്ളി തക്കാളി ഇതുപോലെ ഒരുപാടൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഈ പിസയിൽ. അപ്പോൾ നമ്മൾ ടോട്ടലി ഒറ്റയടിക്ക് 10 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വല്ലാണ്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇതുപോലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ്, മൊസറല്ല, അതിന് ശേഷം ചിക്കന്, സോസേജ് നിങ്ങളെ കയ്യിൽ എന്താണ് ഉള്ളതൊക്കെ വെച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചാൽ ഉള്ളത് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കുറച്ച് റിച്ച് ആയിട്ടുള്ള എല്ലാ രീതിയിലും എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപ്സിക്കോ ഉള്ളിയും ചിക്കനും ഫ്രൈ ചെയ്ത് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഉണ്ടാവൽ. ഇപ്പോൾ അത് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒലീവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാപ്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോസേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് മഷ്റൂമും പാപ്രോണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഡോ ഒരു 10 മിനിറ്റ് ഓവണിൽ 180-ൽ ഒരു 10 മിനിറ്റ് വെച്ച് എടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ നെക്സ്റ്റ് മൊത്തത്തിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. ഇതാ ലാസ്റ്റ് ഞാൻ ക്യാപ്സിക്കും കൂടി ചേർത്ത് ആ പിസ്സ സോസ് ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ മുകളിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി പിസ്സ സോസാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ ഇനി ഒരു 10 മിനിറ്റ് ഞാനൊരു 200-ൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്താക്കാം, ഇപ്പോൾ മൊത്തത്തിലുള്ള ടൈം മനസ്സിലായില്ലേ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, 10 മിനിറ്റ് ഡോ മാത്രം ബേക്ക് ചെയ്യുക, അതിനുശേഷം നമ്മളുടെ ചീസും ചിക്കനും എല്ലാം കൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ്. ഇപ്പോൾ ഇടയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വലിയ വില ഒന്നും കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ അടിപൊളിയായിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി, ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി